Assalamu Alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Are you ready with your book, textbook, pen and pencil? Okay, let's start. Stay with the dua Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay. In the last class, we had studied about DC generator. All of you have learned well? I think so. Okay, moving on to the next topic. What is that? Page number 55. Open page number 55. It is mutual induction. Very important topic. Like AC generator, DC motor ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അതെന്തായാലും ചോദിക്കും, ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും, എക്സാമിന് എന്തായാലും വരും. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്ഷനും ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആണ്. അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം ഒരു ഫിഗർ നമ്മൾ മനസ്സിൽ വിചാരിക്കണം. ഒരു കോയിൽ, രണ്ട് കോയിൽസ് ഉണ്ട്, എന്നാലേ മ്യൂച്വൽ എന്ന് പറയാൻ പറ്റൂ. രണ്ട് കോയിൽസ് ഉണ്ടാവും, അതിനെയാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രൊഡ്യൂസ് സംതിങ് അല്ലേ, ഇൻഡ്യൂസിങ് സംതിങ്. എന്താണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം. EMI ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അല്ലേ, അപ്പോൾ ഇൻഡ്യൂസിങ് എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ദെയർ ഈസ് ടു കോയിൽസ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡ്രോ a soft iron core. വരച്ചോ? a soft iron core വരച്ചു. ഇനി ടു കോയിൽസ് വേണം. ഐ ആം വൗണ്ടിങ് one coil, one side of the iron core with one coil. Okay, wound ചെയ്തു. ഇതിന് 2 ends ഉണ്ടോ? ഉണ്ട്. ഈ ഒരു എൻഡിൽ DC സോഴ്സ് കൊടുത്തേ, ബാറ്ററി സോഴ്സ് കൊടുത്തു. ഈ ഒരു എൻഡിൽ എന്താ കൊടുത്തത്? സ്വിച്ചാണ്. നിങ്ങളുടെ സ്വിച്ചിൻ്റെ ഫിഗർ ഇതാണ്. സ്വിച്ച് സർക്യൂട്ടിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്? കീയോ സ്വിച്ചോ ഇങ്ങനെ വരയ്ക്കാം. ഇത് ഓപ്പൺ സ്വിച്ചാണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ. ഇനി ഈ കോയിലിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ആ ഫീൽഡിനുള്ളിൽ തന്നെ നമ്മളൊരു സെക്കൻഡറി കോയിൽ വരയ്ക്കുന്നു. ഡ്രോ ദ സെക്കൻഡറി കോയിൽ സൈഡ് ബൈ സൈഡ് ടു ദ പ്രൈമറി കോയിൽ. Draw the secondary coil side by side to the primary coil, and in the secondary coil attach a bulb. ഇതെന്താണ്? സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ എഴുതിയോ? ഇത് DC ബാറ്ററി, ഇത് സ്വിച്ച്, ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. ഓക്കെ, നൗ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുവാണ്. വാട്ട് ഹാപ്പൻസ്? ഈ സ്വിച്ച് ഓൺ ആക്കി, എന്ത് സംഭവിക്കും? ഇത് DC ബാറ്ററി ആണല്ലേ. DC ബാറ്ററി എന്ന് പറഞ്ഞാൽ EMF കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, EMF സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ EMF ഡസ് നോട്ട് വേരി. അപ്പോൾ EMF വേരി ചെയ്യുന്നില്ല അല്ലേ. അപ്പം സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? ആ ഓൺ ആക്കുന്നത് കൊണ്ട് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഓൺ ആക്കുന്ന പ്രക്രിയ, ബിക്കോസ് ഓഫ് ദ പ്രോസസ് ദ സ്വിച്ച് ഈസ് ഓഫ് അറ്റ് പ്രസൻറ്റ്. വെൻ ദ സ്വിച്ച് ഈസ് ബിക്കമിങ് ഓൺ, അറ്റ് ദാറ്റ് ടൈം ദ ബൾബ് വിൽ ഗ്ലോ at once. When the switch is on, the bulb glows at once and then it becomes off. Glows at once and then it becomes off. ഇതാണ് സ്വിച്ച് ക്ലോസ് ചെയ്താൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ if the switch is kept on position, what do you observe? അങ്ങനെ ഒരു ചോദ്യമുണ്ട് പേജ് നമ്പർ 55. What is the answer? The bulb
ജസ്റ്റ് ഗ്ലോസ് ആൻഡ് ദെൻ ടേൺസ് ഓഫ്. മനസ്സിലായോ? ഇനി ഈ ബൾബിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലോ ചെയ്യിപ്പിക്കണം. വാട്ട് ടു ഡു? ഇപ്പോൾ ഗ്ലോ ചെയ്തു, പിന്നെ അങ്ങ് ഓഫായിപ്പോയി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ഡി സി ബാറ്ററിയിൽ നിന്നൊരു വോൾട്ടേജ് പോകുന്നുണ്ടല്ലേ, അതിനൊരു വ്യത്യാസം സംഭവിക്കണം. ഫോർ ദ കറണ്ട് ടു പാസ്, അല്ലെങ്കിൽ കറണ്ട് ടു ഇൻഡ്യൂസ് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സിനൊരു ചേഞ്ച് വേണം അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഈ ഡി സി ബാറ്ററിയിൽ സ്വിച്ചേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. ഈ സ്വിച്ചിന് കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ പ്രൈമറി കോയിൽ വിൽ ചേഞ്ച്. And since the secondary coil is inside the magnetic field of primary coil, secondary coil also will have an induced current and bulb will glow continuously. എന്താണ് മനസ്സിലായോ? ഒന്നുകൂടെ. If the switch is kept on off and on off, അങ്ങനെ kept on doing the on off process, then there will be change in magnetic flux in primary coil, and because the secondary coil is inside the field of primary, secondary coil also will have an induced current. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ബൾബിനെ ഗ്ലോ ചെയ്യിക്കും കണ്ടിന്യൂസ്ലി. ഓക്കെ, ബട്ട് ദിസ് ഈസ് എ പ്രോബ്ലം. ഇതൊരു പ്രശ്നമല്ലേ? എപ്പോഴും സ്വിച്ച് ഓൺ ഓഫ് ആക്കി നമുക്കത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അതൊരു പ്രാക്ടിക്കൽ പ്രോസസ്സ് അല്ല. അപ്പോൾ വാട്ട് ഡു വി ഡു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു മാറ്റം വരുത്തിയാൽ മതി. എനിക്കൊരു ഡി സി ബാറ്ററി ഉണ്ട്, ഇതിനൊരു മാറ്റം വരുത്തിയാൽ മതി. എന്താണത്? ഞാൻ ഡി സിക്ക് പകരം ഒരു എ സി സോഴ്സ് കൊടുത്തു. എ സി സോഴ്സ് കൊടുത്തു. വാട്ട് ഹാപ്പൻസ്? എ സിയുടെ പ്രത്യേകത എന്താ? ഇ എം എഫ് ഗോസ് ഓൺ ചേഞ്ചിങ് അല്ലേ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് അല്ലേ, ഫ്ലക്സ് ചേഞ്ച് കൂടുതൽ വരും അല്ലേ. അപ്പോൾ നമുക്കെന്താ എളുപ്പമായില്ലേ ബൾബ് ഗ്ലോ ചെയ്യാൻ? അപ്പോൾ ഇ സി പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് ഇൻഡ്യൂസ് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. കണ്ടോ? എ സിയുടെ ഇ എം എഫ് റെഡ്യൂസിങ് ഇൻക്രീസിങ് റെഡ്യൂസിങ്, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സും ഇതനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം സോഫ്റ്റ് അയൺ കോറാണ് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം അല്ലേ. ആ സോഫ്റ്റ് അയൺ കോർ ഉള്ളതുകൊണ്ട് എന്താ പ്രത്യേകത? കുറച്ചും കൂടെ അധികം നല്ല ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഒക്കെ കിട്ടും സോഫ്റ്റ് അയൺ കോർ കൂടെ വെച്ചാൽ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അപ്പോൾ നല്ലതുപോലെ ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത സെക്കൻഡറി കോയിലിൽ ബൾബ് ഗ്ലോ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് ഫാക്ട്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ലെറ്റ് മീ ടെൽ യു വാട്ട് ഈസ് എ പ്രൈമറി കോയിൽ, വാട്ട് ഈസ് എ സെക്കൻഡറി കോയിൽ. ഓക്കെ, the coil into which we give current for the production of magnetic field, the coil into which we give current for the production of magnetic field is called primary coil. And in which the induced EMF is generated, the coil in which the induced EMF is generated is the secondary coil. എഴുതുന്നുണ്ടോ? The coil in which the induced EMF is generated is the secondary coil. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ടി സി വോൾട്ടേജ് വെച്ചു, ബൾബ് ജസ്റ്റ് ഗ്ലോ, സ്വിച്ച് ഓൺ ചെയ്തു, ബൾബ് ജസ്റ്റ് ഗ്ലോസ് ആൻഡ് ദെൻ ഗൂസ് ഓഫ്. Then when the switch is kept continuously switching on and off, bulb glows continuously, but that is difficult. We cannot apply it in practical works. So use a AC source so that EMF changes continuously and there is a strong magnetic flux change, so that induced current is happening and in the secondary coil bulb glows. അപ്പം if the switch is kept in the position in on position, what do you observe? അതിൻ്റെ ആൻസർ എന്താണ്? ബൾബ് ഡസ് നോട്ട് ഗ്ലോ കണ്ടിന്യൂസ്ലി എന്നാണ് അല്ലേ. ഓൺ പൊസിഷനിൽ തന്നെ വെച്ചാൽ ബൾബ് ഡസ് നോട്ട് ഗ്ലോ കണ്ടിന്യൂസ്ലി എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഓൺ വാട്ട് ഒക്കേഷൻ ഡു ദ ഫ്ലക്സ് ചേഞ്ച് കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ? ഓൺ വാട്ട് ഒക്കേഷൻസ് ഡു ദ ഫ്ലക്സ് ചേഞ്ച്, അതിൻ്റെ ആൻസർ എന്താണ്? When the switch in the first coil
is kept on and off flux change in the primary coil. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒക്കേഷൻസ് വെൻ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ? അതിൻ്റെ ആൻസർ എന്താണ്? കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? ഹാവ് യു സീൻ? എന്നാൽ പറയൂ. വാട്ട് ആർ ദ ഒക്കേഷൻ വെൻ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ? വെൻ ദ സ്വിച്ച് ഇൻ ദ ഫസ്റ്റ് കോയിൽ ഈസ് കെപ്റ്റ് ഓൺ ആൻഡ് ഓഫ്. ഓൺ ആൻഡ് ഓഫ് ചെയ്താൽ പ്രൈമറി കോയിലിൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതിയല്ലോ, രണ്ടും എഴുതിയല്ലോ. ഇനി ഞാൻ എ സിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇഫ് എ സി ഈസ് ഗിവൺ ടു ദ പ്രൈമറി കോയിൽ, എഴുതിക്കോ. ഇഫ് എ സി ഈസ് ഗിവൺ ടു ദ പ്രൈമറി കോയിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡി സി, വാട്ട് ഹാപ്പൻസ്? EMF is continuously induced in the secondary coil. EMF is continuously induced in the secondary coil. The flux change produced in the secondary coil induces EMF in it. Bulb glows continuously. This phenomenon is called mutual induction. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കൺസിഡർ ടു കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ്. കൺസിഡർ ടു കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ്. When the strength or direction of the current in the primary coil or one coil changes, the magnetic flux around it changes. If the direction of current or the strength changes in the primary or one side of the coil, then the magnetic flux at that point changes. As a result, an EMF is induced in the secondary coil. As a result, an EMF is induced in the secondary coil. This phenomenon is called mutual induction. ഇപ്പോൾ മനസ്സിലായി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന്? ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് പഠിക്കാം. ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കാം. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സ് ആണ് അടുത്തത്. മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലായല്ലോ. ട്രാൻസ്ഫോമേഴ്സ് പഠിക്കാം. ഹെഡിങ് എഴുതിക്കോ, ട്രാൻസ്ഫോമേഴ്സ്. വാട്ട് ആർ ട്രാൻസ്ഫോമേഴ്സ്? അതാണ് ആദ്യം എഴുതേണ്ടത്. വാട്ട് ആർ ട്രാൻസ്ഫോമേഴ്സ്? വാട്ട് ആർ ട്രാൻസ്ഫോമേഴ്സ്? എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിത്തൗട്ട് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പവർ. ഒരു പവർ ചേഞ്ച് ഇല്ലാതെ തന്നെ ഒരു വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ എഴുതിക്കോ, ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇലക്ട്രിക് പവർ. അപ്പോൾ ഒരു എ സി വോൾട്ടേജിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാനും പറ്റും യൂസിങ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ എങ്ങനെയാണ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ചെയ്യുന്നത്? ലെറ്റ് മീ ടെൽ യു. ആ ഒരു ഫിഗർ നോക്കിക്കേ നിങ്ങളുടെ. ട്രാൻസ്ഫോമേഴ്സ് എങ്ങനെയാണ്? നമ്മുടെ സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ KCB ലൈനിലൊക്കെ വലിയ വലിയ ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾ കണ്ടു കാണും. ഹാവ് യു സീൻ? ആണ്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലും ട്രാൻസ്ഫോമേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കും? സർക്യൂട്ടിൽ ട്രാൻസ്ഫോമർ വരയ്ക്കുന്നത് ഇങ്ങനെ ഒരു കോയിൽ വരയ്ക്കുക, ഇങ്ങനെ രണ്ട് വരയ്ക്കുക, ഇങ്ങനൊരു കോയിൽ വരയ്ക്കുക. ഇതാണ് സർക്യൂട്ട് സിമ്പൽ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. സർക്യൂട്ട് സിമ്പൽ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് വരച്ചോ? ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് പഠിക്കാം. let us learn. Draw two diagrams where this is a soft iron core. ഞാൻ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, there are two types of transformers. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു പ്രൈമറി കോയിൽ, തിക്നെസ് ഉള്ള ഒരു പ്രൈമറി കോയിൽ, ഓക്കെ, തിക്നെസ് ഉള്ള ഒരു പ്രൈമറി കോയിൽ വരയ്ക്കുക. ഓക്കെ, തിക്കായിട്ടുള്ളൊരു പ്രൈമറി കോയിൽ വരച്ചോ. തിന്നായിട്ടുള്ളൊരു സെക്കൻഡറി കോയിൽ വരയ്ക്കുക. തിൻ. നമ്പർ ഓഫ് ടേൺസ് കൂടണം. ഹിയർ നമ്പർ ഓഫ് ടേൺസ് കുറയണം, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടണം. വരച്ചോ? ഓക്കെ, ഇത് പ്രൈമറി ആയിരിക്കും, ഇത് സെക്കൻഡറി ആയിരിക്കും. ഫൈൻ. അപ്പോൾ എഴുതിക്കോ, പ്രൈമറി കോയിൽ
secondary coil, write with me. Okay, in primary coil thickness ഉണ്ട് അല്ലേ, thick wires are used. secondary coilന്റെ പ്രത്യേകത number of turns ഇവിടെ കൂടുതലാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കുറവ് ഇവിടെ കൂടുതലും, സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ് ആണ് ചെയ്യുന്നത്. കൂടുതൽ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, ബിക്കോസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഈസ് ബിഗ്. ഇനി നമുക്ക് അടുത്ത പിക്ചറിലോട്ട് പോവാം. ഇത് സ്റ്റെപ്പ് അപ്പാണ്, എഴുതിക്കോ സ്റ്റെപ്പ് അപ്പാണെന്ന്, എഴുതിയോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഡിഡ് യു റൈറ്റ്? ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡൗൺ വരയ്ക്കൂ. എങ്ങനെയാണ് പറഞ്ഞോ? ഇവിടെ ഡൗൺ ചെയ്യാൻ ഇവിടെ കുറച്ച് മതി കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് ഡൗൺ. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഇത് തിക്കായിരിക്കും കേട്ടോ, തിക്ക് വയറായിരിക്കും സെക്കൻഡറിയിൽ. ഇവിടെ പ്രൈമറിയിലാണ് തിക്ക് വയർ, ഇവിടെ സെക്കൻഡറിയിലാണ്. ഇതിൻ്റെ പേര് സ്റ്റെപ്പ് ഡൗൺ ആണ്. എഴുതിക്കോ സ്റ്റെപ്പ് ഡൗൺ എന്ന്, എഴുതിയോ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എഴുതിയോ? ഓക്കെ, നൗ ഇൻ ദ പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം പറയാണ്. EMF ഈസ് ഇൻഡ്യൂസ്ഡ് in each turn of the primary and secondary coil. EMF induced in the each turn of primary and secondary coil is same. എഴുതിയെടുക്കുക ഇത്. EMF in each turn of the primary and secondary will be the same. Suppose EMF എന്ന് പറയുന്നത് ഒരു ടേണിൻ്റെ EMFനെ ഞാൻ എപ്സിലോൺ എന്ന് വിളിച്ചു. ഇ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പേര് എപ്സിലോൺ എന്നാണ്. ഞാൻ ആ ഇത് പറയാം, സിമ്പൽ വരയ്ക്കാം. EMFനെ ഇങ്ങനെ വരയ്ക്കുക. EMF നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ഇ പോലെ അല്ല, ഒരു EMF എപ്സിലോൺ പോലെ വരയ്ക്കണം. അതിനെ EMF എന്നാണ് വിളിക്കുന്നത്. EMF ഓഫ് ഈച്ച് ടേൺ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഈസ് സെയിം. എഴുതിയോ? കഴിഞ്ഞോ? എഴുതിയോ? ഇനി പറയണം, ദെൻ EMF ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഇൻ ടു EMF. EMF ഇൻഡ്യൂസ്ഡ് ഈസ് എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണല്ലേ. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത്, പ്രൈമറി കോയിലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതിനെ ഓരോ കോയിലും ഓരോ EMF അല്ലേ, ഓരോ കോയിൽ അല്ലേ, ഓരോ ടേൺ. ഇപ്പോൾ ഒരു 5 ടേൺ ഉള്ളതാണെങ്കിൽ ആ 5ൻ്റെ ഓരോ ടേണിലും എപ്സിലോൺ ആണ്, അല്ലെങ്കിൽ ഇ ആണ് അല്ലേ. ആ 5 ഇൻറ്റു ഇ ചെയ്യണം, എന്നാലേ വോൾട്ടേജ് കിട്ടത്തുള്ളൂ അല്ലേ. അത്രയേ ഉള്ളൂ. VP primary voltage is equal to number of turns in primary into EMF. എഴുതിയോ? Induced EMF in secondary coil VS NS into epsilon, NS into E അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് പറയാം. VS is equal to NS into EMF. എഴുതിയോ? ഓക്കെ. Hence VS changes in accordance with the number of turns in the secondary. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ അറിയാം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി മാറുമ്പോൾ സെക്കൻഡറിയുടെ വോൾട്ടേജും മാറും അല്ലേ. ഇനി ഞാൻ ഈ VSനെയും VPയെയും ഇക്വേഷൻസിനെ 1 ഉം 2 എന്നും വിളിച്ചിട്ട് ഡിവൈഡ് ചെയ്തു. VP by VS is equal to NP എപ്സിലോൺ by NS എപ്സിലോൺ അല്ലേ. ഇപ്പോൾ എപ്സിലോണും കട്ടായിപ്പോയില്ലേ, സെയിം എപ്സിലോൺ ആണല്ലേ. ആണ്, അപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? VP by VS is equal to NP by NS. Put it in a box. VP by VS is equal to NP by NS. Put it in a box. അരച്ചോ? ഇനി നമുക്ക്
ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും എത്ര ഉണ്ട്? 500 നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വോൾട്ടേജ് 10 വോൾട്ട്. സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NS. അപ്പോൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കണ്ടുപിടിക്കുക. ചെയ്യാൻ പറ്റില്ലേ? VP/VS ഈസ് ഈക്വൽ ടു NP/NS ചെയ്താൽ മതി. ആ ടേബിള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ആക്കൂലേ? യെസ്, യൂസിങ് ദാറ്റ് റേഷ്യോ കംപ്ലീറ്റ് ദാറ്റ് ടേബിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ EMF ഇൻഡ്യൂസ് ചെയ്തത്, അതായത് നമ്മളിപ്പം പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, പ്രോബ്ലംസിലൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും ഡിഫറെൻ്റ് ആണ്. പക്ഷേ പവർ ഇവിടുത്തെ പവറാണോ ഇവിടുത്തെ പവർ? ആണ്. ദ പവർ ഈസ് സെയിം. സെക്കൻഡറി കോയിൽ ഒരു പവർ അങ്ങനെയില്ല. പവർ ഈസ് നോട്ട് ചേഞ്ച്ഡ് ഇൻ ട്രാൻസ്ഫോമർ. കീപ്പിംഗ് ദ പവർ സെയിം, ഇറ്റ് ഈസ് സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് സ്റ്റെപ്പിംഗ് ഡൗൺ. മനസ്സിലായോ? സോ പവർ സെയിം ആണ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? പവർ ഫൈൻഡ് ഔട്ട് ദ പവർ. ഇഫ് ദ പവർ ഇവിടെ 10 വാട്ടാണ് പവർ എന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സെയിം പവർ തന്നെയാണ്, പവറിന് ചേഞ്ച് ഇല്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞോ? VP/VS ഈസ് ഈക്വൽ ടു NP/NS എന്ന് എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ സെക്കൻഡറി കോയിൽ, എഴുതിക്കോണം എൻ്റെ കൂടെ, ഇൻ സെക്കൻഡറി കോയിൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ, N എന്ന് പറയുന്നത് കൂടിയാൽ അവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമെന്ന് പഠിച്ചു. ഇപ്പം P എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. P എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. പവർ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. P ഇൻ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, VP/IP. P ഇൻ സെക്കൻഡറി VS ഇൻറ്റു IS. എഴുതിയോ? അറിയാം. PS ഈസ് ഈക്വൽ ടു PP അല്ലേ? ആണ്. അപ്പോൾ എന്താ എഴുതാം? VS ഇൻറ്റു IS ഈസ് ഈക്വൽ ടു VP ഇൻറ്റു IP എന്ന് എഴുതാം. അപ്പോൾ VP/VS ഈസ് ഈക്വൽ ടു IS/IP ഈസ് ഈക്വൽ ടു NP/NS. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബോക്സിലിടുക. പവർ സെയിം ആണ്. അപ്പോൾ VI എന്ന് പറയുന്ന ഇക്വേഷൻസ് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് VS/IS ഈസ് ഈക്വൽ ടു VP/IP ഇക്വേഷനിൽ റീഅറേഞ്ച് ചെയ്യുക. VP/VS എന്താണ് കിട്ടുന്നത്? IS/IP. IS/IP തിരിച്ചെഴുതി വെക്കരുത്. VP/VS ഈസ് ഈക്വൽ ടു IS/IP, which is also is equal to number of turns in the ratio NP/NS. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം, കറണ്ട് ചോദിക്കാം. സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും കറണ്ടൊക്കെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചൂടെ? വോൾട്ടേജസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പം ഈ ഇക്വേഷൻ ബോക്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഈസ് മോർ ആൻഡ് കറണ്ട് ഈസ് ലെസ്. ആ ഒരു പ്രോസസ്സ് എന്താണ് മനസ്സിലായോ? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഈസ് മോർ. ഞാനതൊരു ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ഇവിടുത്തെ വോൾട്ടേജ് കൂടുതലും കറണ്ട് കുറവുമാണ്. ഇവിടെ വോൾട്ടേജ് കുറവാണ് പക്ഷേ കറണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ thick wires ഉപയോഗിച്ചിരിക്കുന്നത്. Why do we use thick wires in the when the number of turns is less? Why do we use thick wires there? Because the voltage created in this number of turns, when the number of turns is less, voltage will be less. When the voltage is less, current will increase. Increased current അതിന് താങ്ങാൻ പറ്റണമെങ്കിൽ thick wires വേണം, അല്ലെങ്കിൽ അത് മെൽറ്റ് ആയിപ്പോവും. It will melt down. The wire will melt down. That's why thick wires of primary in step up and secondary in step down is used. മനസ്സിലായോ? അത് മെൽറ്റ് ആയിപ്പോൾ ഹീറ്റ് കാരണം. H is equal to I²RT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? You have seen. അപ്പം കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ആവും. ബിക്കോസ് ഓഫ് ദാറ്റ് ഹീറ്റ് ജനറേറ്റഡ് മെൽറ്റ് ഡൗൺ ആയിപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. സോ
primary coil in the step up transformer and secondary coil in the step down transformer is thick wires. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻസ് കാറ്റഗറീസും ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നോക്കുക വി എസ് ഗ്രേറ്റർ ദാൻ വി പി ഏതിലാണ്, സ്റ്റെപ്പ് അപ്പിലാണോ സ്റ്റെപ്പ് ഡൗണിലാണോ? തിങ്ക് ആൻഡ് ഡു. വി എസ് ഗ്രേറ്റർ ദാൻ വി പി ഏതിലാണ്? വി എസ് ലെസ് ദാൻ വി പി ഏതിലാണ്? ഇത് പഠിച്ചാൽ നിങ്ങൾക്കത് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും. 58th പേജിലുള്ള കാറ്റഗറൈസ് ദ ഫോളോവിങ് റിലേഷൻസ് നിങ്ങൾ ചെയ്യുക. ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. What is the answers? Okay, then I will understand you understood transformers. Okay children, in the next class we will deal with the self induction. Okay children, for now I am winding up the class. Assalamu alaikum warahmatullahi wabarakatuh.